ഹലോ, എല്ലാവർക്കും ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് CBSE 10ാം ക്ലാസ്സിലെ ഫിസിക്സിലെ ഒന്നാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള ലൈറ്റ്, ദ റിഫ്രാക്ഷനെ പറ്റിയുള്ള 10 ഇമ്പോർട്ടൻറ്റ് ചോദ്യങ്ങളാണ്. നമുക്ക് വേഗം ഡിസ്കസ് ചെയ്യാൻ വേണ്ടി ഡെയിലി ചെയ്ത് പോകാൻ പറ്റിയ സിമ്പിൾ ചോദ്യങ്ങളാണ്. എന്നാൽ എക്സാമിന് ചോദിക്കാൻ ചാൻസ് വളരെ കൂടുതലാണ്. അപ്പൊ നമുക്ക് ക്വസ്റ്റിലേക്ക് കിടക്കാം. ഓക്കെ, ഒന്നാം ക്വസ്റ്റ്യൻ വായിച്ചോളി. എക്സ്പ്ലെയിൻ ബൈ എ റേ ഓഫ് ലൈറ്റ് പാസിംഗ് ത്രൂ ദ സെന്റർ ഓഫ് കർവേച്ചർ ഓഫ് എ കോൺകേവ് മിറർ ഗെറ്റ് റിഫ്ലക്റ്റഡ് അലോങ് ദ സെയിം പാത്ത്. എന്താ ഫലം? അതായത് നമ്മളൊരു കോൺകേവ് മിറർ എടുത്താൽ നമുക്ക് എല്ലാവർക്കും അറിയാലോ കോൺകേവ് മിറർ. നമുക്ക് എല്ലാവർക്കും കോൺകേവ് മിററിനെ പറ്റി അറിയാമെന്ന് വിചാരിക്കുന്നു. ആ കോൺകേവ് മിറർ ഇതല്ലേ കോൺകേവ് മിറർ, ഇതല്ലേ കോൺകേവ് മിറർ, ഇതാണ് കോൺകേവ് മിറർ കേട്ടോ. അതായത് ഈ സൈഡാണ് റിഫ്ലക്റ്റിംഗ് സൈഡ്, ഇതാണ് ഫ്രണ്ട് ഓഫ് ദ മിറർ, ഇത് ബാക്ക് ആണ്, നോൺ റിഫ്ലക്റ്റിംഗ് സൈഡ് ആണ്. എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. ഇതിവിടെ സെന്റർ ഓഫ് കർവേച്ചർ കാണും, ഇവിടെ ഫോക്കസ് കാണും, ഇവിടെ ഒരു പോള് കാണും, നമുക്ക് എല്ലാവർക്കും അറിയാം. ഇത് ചോദിച്ചേക്കാണ് ദ റേ ഓഫ് ലൈറ്റ് പാസിംഗ് ടു ദ സെന്റർ ഓഫ് കർവേച്ചർ. സെന്റർ ഓഫ് കർവേച്ചറിലൂടെ പോകുന്ന ലൈൻ എന്തുകൊണ്ടാണ് തിരിച്ചു പോകുന്നത് എന്നാണ് ചോദ്യം. നോക്കടാ, സെന്റർ ഓഫ് ദ കർവേച്ചറിലൂടെ പോകുന്ന ലൈൻ തിരിച്ച് റിഫ്ലക്ട് ചെയ്തിട്ട് അതേ വരി കൂടെയാണ് പോകുന്നത്. എന്തുകൊണ്ടാണെന്നാണ് ചോദ്യം. എന്തുകൊണ്ടാണ് പറയൂ? ബിക്കോസ് റേ ഓഫ് ലൈറ്റ് പാസിംഗ് ത്രൂ ദ സെന്റർ ഓഫ് കർവേച്ചർ ഹിറ്റ് ദ മിറർ നോർമലി വന്നിരിക്കും. ഈ കോൺകേവ് മിറർ ഇല്ലേ, മിറർ കോൺകേവ് മിറർ, ആ മിററിനെ നോർമലി വന്നിരിക്കും, പെർപെൻഡിക്കുലർ ആയിട്ട് വന്നിരിക്കും. അതുകൊണ്ടാണ് തിരിച്ചു പോകുന്നത്. നമുക്ക് കൊടുക്കേണ്ട ഉത്തരം ഇത്രേ ഉള്ളൂ. ഇതങ്ങോട്ടങ്ങ് എഴുതി വെച്ചാൽ മതി. ഏതാണ് എഴുതി വെക്കേണ്ടത്? ഇതങ്ങോട്ടങ്ങ് എഴുതി വെച്ചാൽ മതി. റേ ഓഫ് ലൈറ്റ് പാസിംഗ് ത്രൂ ദ സെന്റർ ഓഫ് കർവേച്ചർ of a concave mirror falls normally on the mirror and therefore retrace the path. നോർമലി എന്ന് വെച്ചാൽ പെർപെൻഡിക്കുലർ. ഈ മിററിനോട് അത് പെർപെൻഡിക്കുലർ ആയിട്ട് വന്നിരിക്കും, അതുകൊണ്ടാണ് തിരിച്ച് അതുവരി പോകുന്നത് എന്ന് മനസ്സിലാക്കുക. അടുത്ത ചോദ്യം നോക്കിക്കോളി. അടുത്ത ചോദ്യം, വാട്ട് ഈസ് ദ നേച്ചർ ഓഫ് ദ ഇമേജ് formed by a concave mirror if the magnification produced by mirror is +3? കോൺകേവ് മിറർ ആണ്. അപ്പോൾ നമുക്ക് ഒന്നാണ്ട് നോക്കാം. ഈ +3 പോസിറ്റീവ് എന്ന് വെച്ചാൽ എന്താണ്? മാഗ്നിഫിക്കേഷൻ. മിററിന്റെ കേസിൽ പോസിറ്റീവ് എന്ന് വെച്ചാൽ അത് വിർച്വൽ ആയിരിക്കും. വിർച്വൽ ആണെങ്കിൽ അതൊരു ഇറക്റ്റ് ആയിരിക്കും. +3 എന്ന് വെച്ചാൽ അത് മാഗ്നിഫൈഡ് എന്നാണ് അർത്ഥം. മാഗ്നിഫൈഡ് എന്നാണ് എന്റെ അർത്ഥം. അതായത് അത് ഗ്രേറ്റർ ദാൻ 1 ആണ്. 1 ആണെങ്കിൽ അത് സെയിം മാഗ്നിഫിക്കേഷൻ ആണ്. 1-നേക്കാൾ ഇപ്പൊ 2, 3, 4 ആണെങ്കിൽ അത് മാഗ്നിഫൈഡ് ആണ്. അപ്പോൾ വിർച്വൽ മാഗ്നിഫൈഡ് കിട്ടണമെന്നുണ്ടെങ്കിൽ അത് കോൺകേവ് മിറർ ആയാലേ പറ്റത്തുള്ളൂ. കോൺവെക്സ് മിററിൽ വിർച്വൽ കിട്ടും, പക്ഷെ അത് മാഗ്നിഫൈഡ് അല്ല, അത് ഡിമിനിഷ്ഡ് ആണ്. അപ്പൊ വിർച്വൽ മാഗ്നിഫൈഡ് കിട്ടണമെന്നുണ്ടെങ്കിൽ അത് എവിടെ വെക്കണം? ബിറ്റ്വീൻ പോൾ ആൻഡ് ദ ഫോക്കസ്. പോളിന്റെയും ഫോക്കസിന്റെയും ഇടയിൽ വെക്കണം. അതായത് ഈ ഒരു കോൺകേവ് മിറർ ഇട്ടാൽ ഇതാണ് ഫോക്കസ്, ഇതാണ് പോള്. ഫോക്കസിന്റെ പോളിന്റെ ഇടയിൽ ഒരു ഇമേജ് കൊണ്ടുവച്ചാൽ നമുക്ക് ഒബ്ജക്റ്റ് കൊണ്ടുവച്ചാൽ നമുക്ക് ഇമേജ് അതിന്റെ പുറകിൽ കിട്ടും. ഒരു മിററിന്റെ പുറകിൽ കിട്ടുകയാണെങ്കിൽ അതെന്താണ്? അതൊരു വിർച്വൽ ഇമേജ് ആണ്. നമ്മൾ കൊടുക്കേണ്ട ഉത്തരം ഇത്രയേ ഉള്ളൂ, വിർച്വൽ ആണ് എഴുതി വെച്ചാൽ മതി. Between which 2 points of a concave mirror should an object be placed to obtain magnification -3? നമുക്ക് ഒന്നും കൂടെ നോക്കാം. -3 എന്ന് വെച്ചാൽ നെഗറ്റീവ് ഇൻഡിക്കേറ്റ് ഇറ്റ് ഈസ് റിയൽ ആണെങ്കിൽ അത് ഇൻവേർട്ടഡ് ആവും. നമുക്കറിയാം റിയൽ ഇമേജ് ഒരിക്കലും കോൺവെക്സ് എന്ന് പറഞ്ഞ് ഫോം ചെയ്യത്തില്ല. റിയൽ ഇൻവേർട്ടഡ് ഇമേജ് എപ്പോഴും അതൊരു കോൺകേവ് മിററിൽ മാത്രമേ ഫോം ചെയ്യത്തുള്ളൂ. കോൺവെക്സിൽ വിർച്വലും ഇറക്റ്റും ഡിമിനിഷ്ഡും ആയിരിക്കും. ആൻഡ് ഈ 3 എന്ന് വെച്ചാൽ അത് എൻലാർജ്ഡ് എന്നാണ് അർത്ഥം. എൻലാർജ്ഡ്. അപ്പോൾ ഇത് എവിടെ വെക്കണം? സെന്റർ ഓഫ് കർവേച്ചറിൽ കൊണ്ടുവച്ചാൽ ഒരു കോൺകേവ് മിറർ എടുക്കുക. അപ്പോൾ നമ്മൾ സെന്റർ ഓഫ് കർവേച്ചറിൽ ഒരു ഒബ്ജക്റ്റ് കൊണ്ടുവച്ചാൽ അവിടെ തന്നെ തല കുത്തനെ ഒരു ഇമേജ് കിട്ടും, സെയിം സൈസ് ആയിരിക്കും. ഫോക്കസിൽ വെച്ചാൽ ഇൻഫിനിറ്റിൽ പോകും. അപ്പോൾ -3 എൻലാർജ് കിട്ടണമെങ്കിൽ സെന്റർ ഓഫ് കർവേച്ചറിന്റെ ഫോക്കസിന്റെ ഇടയിൽ വെച്ചാൽ മതി. അപ്പോൾ ഇവിടെ വെച്ചാൽ സെയിം സൈസ്, ഇവിടെ വെച്ചാൽ ഇൻഫിനിറ്റി പോകും. അപ്പോൾ സെന്റർ ഓഫ് കർവേച്ചറിന്റെ ഫോക്കസിന്റെ ഇടയിൽ വെക്കണം. ആൻഡ് സെന്റർ ഓഫ് കർവേച്ചറിന്റെ ഇപ്പുറത്തൊന്ന് വെച്ചാലോ അത് ഡിമിനിഷ്ഡ് ആവും, എൻലാർജ് കിട്ടൂല. അപ്പോൾ സെന്റർ ഓഫ് കർവേച്ചറിനെ ഫോക്കസിന്റെ ഇടയിൽ കൊണ്ട് വെച്ചാൽ മതി. ഉത്തരം നോക്കിയേ, ബിറ്റ്വീൻ സി ആൻഡ് എഫ്. കറക്റ്റ് ഉത്തരമാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. Between these 2 points related to a concave mirror should an object be placed to obtain on a screen an image twice the magnification? നോക്കണം, സ്ക്രീൻ
സ്ക്രീനിൽ കിട്ടണമെങ്കിൽ അതൊരു സ്ക്രീനിന്റെ അതൊരു റിയലും അതുപോലെ തന്നെ ട്വൈസ്, അതായത് ഡബിൾ, അതായത് മാഗ്നിഫൈഡ് ആയിരിക്കണം. ദാറ്റ് മീൻസ് റിയലും മാഗ്നിഫൈഡും കിട്ടണമെന്നുണ്ടെങ്കിൽ റിയലും മാഗ്നിഫൈഡ് -2 എന്നാ പറയുന്നത് എന്തായിരിക്കും? ബിറ്റ്വീൻ സിയും എഫിനും. നേരത്തെ അതേ സിന്റെയും എഫിന്റെ ഇടയ്ക്ക് തന്നെ കൊണ്ടുവെക്കണം. നേരത്തെ നമ്മൾ പറഞ്ഞില്ലേ, ഇതേ കേസിന് -3 പകരം ഒരു -2 വന്നേ ഉള്ളൂ. ഓക്കെ, അടുത്ത ചോദ്യം എന്താ? ഇതല്ല അടുത്ത ചോദ്യം, നോക്കണം. അടുത്ത ചോദ്യം ന്യൂമറിക്കൽ ചോദ്യമാണ്. If a man's face is 25 centimeter in front of a concave shaving mirror, അപ്പോൾ നോക്കണം, ഈ ഷേവിംഗ് മിറർ ഉപയോഗിക്കുന്നത് കോൺകേവ് മിറർ ആണെന്നുള്ള കാര്യം കിട്ടി. പ്രൊഡ്യൂസിങ് എ കറക്റ്റ് ഇമേജ് ഓഫ് 1.5 times the size focal length of the mirror ആണ് ചോദിച്ചത്. നമുക്കൊന്ന് വരച്ചു നോക്കാം, നമുക്കൊന്ന് വരച്ച് മനസ്സിലാക്കുന്നതിനെ കുറച്ചുകൂടി നല്ലത്. ഇതൊരു കോൺകേവ് മിറർ ആണ്, ഇത് അതിന്റെ പ്രിൻസിപ്പൽ ആക്സിസ് ആണ്, പ്രിൻസിപ്പൽ ആക്സിസ് ഓഫ് ദ കോൺകേവ് മിറർ ആണിത്. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്കൊരു ഹോള് കാണാം, ഇവിടെ നമുക്കൊരു സെന്റർ ഓഫ് കർവേച്ചർ കാണാം, ഇവിടെ നമുക്കൊരു ഫോക്കസ് കാണാം. ഇനി നമ്മളെ കൊണ്ട് എവിടെ കൊണ്ട് വെച്ചത്? 25 സെന്റിമീറ്റർ ഇൻ ഫ്രണ്ട് കൊണ്ട് വെച്ചു. ഒരു ഇറക്റ്റ് ഇമേജ് കിട്ടണമെന്നുണ്ടെങ്കിൽ നോക്കാം. ഇറക്റ്റ് ആണെങ്കിൽ അത് വിർച്വൽ ആയിരിക്കും. വിർച്വൽ കിട്ടണമെങ്കിൽ ഇത്രയും ഏരിയ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളൂ. ഇത്രയും ഏരിയ മാത്രമേ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളൂ. ഈ ഫോക്കസിന്റെയും പോളിന്റെ ഇടയിൽ കൊണ്ട് വെച്ചാൽ മാത്രമാണ് നമുക്കൊരു ഇറക്റ്റ് ഇമേജ് കിട്ടുക. ഫോക്കസിന്റെയും പോളിന്റെ ഇടയിൽ വെച്ചാൽ മാത്രമാണ് നമുക്കൊരു ഇറക്റ്റ് ഇമേജ് കിട്ടുക. ബാക്കി ഫോക്കസിന്റെ ഇപ്പുറത്ത് കൊണ്ട് വെച്ചാൽ മൊത്തവും കിട്ടുന്നത് റിയൽ ഇമേജ് ആയിരിക്കും. ഇവർ ഇറക്റ്റ് എന്ന് പറഞ്ഞാൽ ഇറക്റ്റ് ആണെങ്കിൽ അത് എപ്പോഴും വിർച്വൽ ആയിരിക്കും. അപ്പോൾ ഇവിടെ ഈ ഒരു പോയിന്റിലായിരിക്കണം നമ്മൾ ഒത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് പറയാൻ പറ്റും നമ്മുടെ ഇതാണ് നമ്മുടെ യു. അപ്പോൾ ഫോക്കസ് യുവിനെക്കാളും കൂടുതലാണ്. യു എത്രയാണ്? 25 സെന്റിമീറ്റർ ഇൻ ഫ്രണ്ട് ഓഫ് എ കോൺകേവ് ആണ്. യു പറയുന്നുണ്ട് യു ഈക്വൽ ടു -25. യു എപ്പോഴും നെഗറ്റീവ് ആണ് കേട്ടോ. യു എപ്പോഴും നമ്മൾ ഇവിടെയാണ് വെക്കുക. ഇങ്ങോട്ട് വരുമ്പോൾ നെഗറ്റീവ് ആണ്, ഇങ്ങോട്ട് വരുമ്പോൾ പോസിറ്റീവ് ആണ് ഇമ്പാക്ട് അനുസരിച്ച്. അപ്പോൾ യു എപ്പോഴും നെഗറ്റീവ് ആണ്, -25 കൊടുത്തു. അപ്പോൾ ഈ ഫോക്കസ് നമുക്ക് ഇത് വെച്ച് പറയാൻ പറ്റും. ഇതിപ്പോ 25 സെന്റിമീറ്റർ ആണെങ്കിൽ ഈ ഫോക്കസ് 25-നേക്കാളും കൂടുതലായിരിക്കും. മനസ്സിലായോ? ഫോക്കസ് ഷുഡ് ബി ഗ്രേറ്റർ ദാൻ 25 സെന്റിമീറ്റർ ആയിരിക്കും. അപ്പൊ നമുക്ക് ഇത് വെട്ടാം. ഇത് എന്തായാലും ഇത് സെയിം ആവില്ല. ഫോക്കസിൽ കൊണ്ട് വെച്ചാൽ നമുക്ക് ഇറക്റ്റ് കിട്ടത്തില്ല. ഫോക്കസിൽ തന്നെ കൊണ്ടുവച്ചാൽ ഒബ്ജക്റ്റ് ഫോക്കസ് തന്നെ കൊണ്ടുവച്ചാൽ നമുക്കൊരു ഇൻഫിനിറ്റി കിട്ടും. അപ്പോൾ ഇത് കണ്ടുപരിമില്ല. ബാക്കി ഇത് നമുക്ക് നോക്കാം. സിമ്പിൾ ആയിട്ട് ചെയ്താൽ പറ്റും. നമുക്ക് മാഗ്നിഫിക്കേഷൻ 1.5 times, അതായത് എം എന്ന് പറഞ്ഞോട്ടെ. എം ഈസ് പോസിറ്റീവ് 3/2 ആവട്ടെ. ദാറ്റ് മീൻസ് -b/u ഈസ് ഈക്വൽ ടു 3/2. നമുക്കറിയാം -b/u എത്ര? u ഈസ് -25, ദാറ്റ് ഈസ് ഈക്വൽ ടു 3/2. ഇത് കട്ട് ചെയ്താൽ നമുക്ക് കിട്ടും b ഈസ് ഈക്വൽ ടു 75/2 എന്ന് കിട്ടും. പോസിറ്റീവ് 75/2 കിട്ടും. കാരണം പോസിറ്റീവ് ആണ് കിട്ടുക. കാരണം ഇവിടെ നമ്മളൊരു ഒബ്ജക്റ്റ് കൊണ്ടുവച്ചാൽ ഇമേജ് കിട്ടുക ഇവിടെയാണ് അല്ലെ? ഇമേജ് കിട്ടുക. കാരണം ഇമേജ് കിട്ടുന്നത് ഇവിടെ അതൊരു ഇറക്റ്റ് ആൻഡ് വിർച്വൽ ആയിരിക്കും. അപ്പോൾ ഇങ്ങോട്ടും പോസിറ്റീവ് എടുത്തു. ഈ പോസിറ്റീവ് എടുത്തുമ്പോൾ നമുക്കറിയാം 1/v + 1/u ഈസ് ഈക്വൽ ടു 1/s ഫോമിൽ ഉപയോഗിക്കുക. 2/75 - 1/25 ഈസ് ഈക്വൽ ടു 1/f ആണ് വരുന്നത്. ദാറ്റ് മീൻസ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്താൽ 2/75 - 3/25 ഈസ് ഈക്വൽ ടു 1/f വരും. ദാറ്റ് ഈസ് ഈസ് ഈക്വൽ ടു -75 ആണ്. സെന്റിമീറ്റർ ആണ്. ഇതൊരു കോൺകേവ് മിറർ ആണ്. കാരണം കോൺകേവ് മിറർ ആയതുകൊണ്ട് ഫോക്കസ് നെഗറ്റീവ് കിട്ടും. ഇവർ കോൺകേവ് മിറർ എന്ന് പറയുന്നുണ്ട്. ഫോക്കസ് നെഗറ്റീവ് തന്നെയാണ് വരിക. അത് 75 സെന്റിമീറ്റർ ആണ്. കറക്റ്റ് ഉത്തരം 75 സെന്റിമീറ്റർ റൈറ്റ് ആൻസർ. അപ്പൊ നമ്മൾ ഈ രണ്ട് ഓപ്ഷൻ എലിമിനേറ്റ് ചെയ്ത് നിങ്ങൾ എലിമിനേറ്റ് ചെയ്ത് മനസ്സിലായോ? ഈ ഒരു കോൺസെപ്റ്റ് ഉപയോഗിച്ചാണ് എലിമിനേറ്റ്. A student want to obtain magnified, അതായത് മാഗ്നിഫൈഡ് ഓൺ എ സ്ക്രീൻ ആകുമ്പോൾ ഇതൊരു റിയൽ ആയിരിക്കും. റിയൽ ആണ് എല്ലാവർക്കാണ്. എല്ലാവർക്കാണ്. സ്ക്രീൻ ഒബ്റ്റെയിൻ ചെയ്യുന്ന ഇമേജ് മൊത്തം റിയൽ ആയിരിക്കും. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് അറേഞ്ച്മെന്റ് ഷോസ് ദ കറക്റ്റ് പൊസിഷൻ? ഏത് മിററാണെന്നറിയാവോ? ഇത് ലെൻസ് ആണ്. ഇതെന്താ? കോൺവെക്സ് ലെൻസ് ആണ്. കോൺവെക്സ് ലെൻസും കോൺകേവ് മിററും സെയിം ആണ്. അപ്പോൾ നമുക്ക് റിയലും എല്ലാവരും വരുമ്പോഴെങ്കിൽ എവിടെ കൊണ്ടുവെക്കണം? ഇറ്റ് ഷുഡ് ബി between C1 ആൻഡ് F1. C1 F1 ഇടയിൽ കൊണ്ടുവച്ചാൽ മാത്രമേ നമുക്ക് ഒരു റിയൽ എല്ലാവരും കിട്ടുള്ളൂ. കോൺകേവ് മിറർ പോലെയാണ്. കോൺകേവ് മിറർ ആണെങ്കിൽ സെന്റർ ഓഫ് കർവേച്ചറിന്റെ ഫോക്കസ് ഇട്ടിരിക്കും. ഇവിടെ നമ്മൾ C1 F1 ഇടയിൽ കൊണ്ടുവെക്കും. ഓക്കെ,
ഈ ഒന്നാമത്തെ ഇമേജിൽ സെന്റർ ഓഫ് കർവേച്ചറിൽ കൊണ്ടുവയ്ക്കും. സെന്റർ ഓഫ് കർവേച്ചറിൽ കൊണ്ട് വെക്കുകയാണെങ്കിൽ നമുക്ക് അതേ സൈസുള്ള റിയൽ ഇൻവേർട്ടഡ് ആയിട്ടുള്ള ഇമേജ് കിട്ടും. നമുക്ക് അതേ സൈസ് അല്ല വേണ്ടത്, നമുക്ക് എല്ലാത്തിനാണ് വേണ്ടത്. അപ്പൊ ഇത് റിയലാണ്, ഇത് ഈ സംഭവം റിയലൊക്കെ തന്നെയാണ്. ഇത് റിയലൊക്കെ തന്നെയാണ്, പക്ഷെ ഇമേജിനാണ്. കാരണം സെന്റർ ഓഫ് കർവേച്ചർ ഇപ്പുറത്തോട്ട് വെച്ചു. ഇത് ഓക്കെ, ഇതെന്താ, ഇത് ഫോക്കസിൽ കൊണ്ടുവച്ച ഇൻഫിനിറ്റിലോട്ട് പോകും. അപ്പൊ നമ്മൾ ഉത്തരം സി ആണ് ഉത്തരം വരിക. കാരണം സി ആണ് സെന്റർ ഓഫ് കർവേച്ചറിന്റെയും ഫോക്കസിന്റെയും ഇടയിൽ കൊണ്ടുവച്ചത്. റിയൽ എല്ലാതെ ഇമേജും ഇത് ഇൻഫിനിറ്റിലോട്ട് പോകും. ഇത് ഡിമിനിഷ്ഡ് ആയിരിക്കും, ഇത് സെയിം സൈസ് ആയിരിക്കും. അതുകൊണ്ടാണ് നമ്മൾ അത് കട്ട് ചെയ്തത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ഒരു വലിയ ഇമേജ് ആണ്. ജസ്റ്റ് ആൻ ഒബ്ജക്റ്റ് 2 സെന്റിമീറ്റർ ഹൈറ്റ്, അതാ എച്ച് ഒബ്ജക്റ്റ് ആണ് ഇവർ പറഞ്ഞ 2 സെന്റിമീറ്റർ ഈസ് പ്ലേസ് അറ്റ് എ ഡിസ്റ്റൻസ് 24 സെന്റിമീറ്റർ ഫ്രം എ സ്ക്രീൻ. അതായത് അതെന്താ യു അല്ലേ, യു ഈസ് ഈക്വൽ ടു -64 സെന്റിമീറ്റർ ഡിസ്റ്റൻസ് ഓഫ് 64 സെന്റിമീറ്റർ ഫ്രം എ സ്ക്രീൻ ആയിട്ടോട്ടെ. യു അല്ല. എന്തുകൊണ്ടാണ് യു അല്ലാത്തതെന്ന് നോക്കാം. കാരണം വൈറ്റ് സ്ക്രീനിൽ നിന്ന്, കാരണം അത് സ്ക്രീൻ എന്ന് പറഞ്ഞാൽ അത് ഇമേജ് ആണ്. ഇമേജിൽ നിന്ന് ഒബ്ജക്റ്റിലേക്കുള്ള ദൂരമാണ് 64. ഓൺ പ്ലേസിംഗ് എ കോൺവെക്സ് ലെൻസ്, ഒരു കോൺവെക്സ് ലെൻസ് കൊണ്ടുവച്ചു. ഇത് അതിന്റെ പ്രിൻസിപ്പൽ ആക്സിസ് ആണ്. ഓക്കെ, പ്രിൻസിപ്പൽ ആക്സിസ് ആണ്. ഇത് അതിന്റെ ഒപ്റ്റിക് സെന്റർ ആണ്. ഇതൊരു ഫോക്കസ് ആണ്, F1 ആണ്. ഇതൊരു C1 ആണ്. ഇതിപ്പോ F2 ആണ്. ഇതിപ്പോ C2 ആണ്. ഇവർ പറഞ്ഞത് ഒരു 64 സെന്റിമീറ്റർ ദൂരമൊക്കെയാണ്. ഓൺ പ്ലേസിംഗ് എ കോൺവെക്സ് മിറർ കോൺവെക്സ് ലെൻസ് അറ്റ് എ ഡിസ്റ്റൻസ് 32 സെന്റിമീറ്റർ ഫ്രം ദ ഒബ്ജക്റ്റ്. അതായത് 32 സെന്റിമീറ്റർ ഒബ്ജക്റ്റിൽ നിന്ന്, ഇപ്പൊ എക്സാമ്പിൾ ഇവിടെ ആയിരിക്കുന്ന ഒബ്ജക്റ്റിൽ നിന്ന് ലെൻസിലേക്ക് 32 സെന്റിമീറ്റർ ഉണ്ടെന്നാ പറഞ്ഞാലോ. വൺ പ്ലേസിംഗ് എ കോൺവെക്സ് ലെൻസ് അറ്റ് എ ഡിസ്റ്റൻസ് 32 സെന്റിമീറ്റർ ഫ്രം ദ ഒബ്ജക്റ്റിൽ നിന്ന് ലെൻസിലേക്ക് 32 സെന്റിമീറ്റർ എന്ന് വെച്ചാൽ u is equal to -32 സെന്റിമീറ്റർ ആയിരിക്കും. മനസ്സിലായോ? 64 അല്ല, 32 ആണ്. ഞാനൊരു കാര്യം പറയും, 32ന്റെ ഡബിൾ അല്ലേ 64 എന്ന് വെച്ചാൽ. അപ്പൊ ഏകദേശം മനസ്സിലായോ? അതായത് നമ്മൾ കുറച്ചുകൂടെ നോക്കിയിട്ടാണ് മനസ്സിലാക്കാൻ പറ്റും. പിന്നെ ഇത് പറയാണ്, it found a distinct image of object is formed from a distinct image. What's the focal length of the convex lens formed by screen? Okay. അതായത് എക്സാമ്പിൾ നമുക്ക് ഏതെങ്കിലും ഒരു പോയിന്റ് എടുക്കാം. ഒരു റാൻഡം പോയിന്റ്, ഞാൻ ഒരു റാൻഡം പോയിന്റ് എടുക്കാണ്. ഒബ്ജക്റ്റ് ഇവിടെ ആയിക്കോട്ടെ, ഒബ്ജക്റ്റ് ഇവിടെ, ഇമേജ് ഒരു ഇവിടെ ആയിക്കോട്ടെ, ഒരു തിരിച്ചായിരിക്കും വരിക. ഇമേജ് ഇവിടെ ആയിക്കോട്ടെ. ഇവര് പറയുന്ന 64 എന്ന് പറയും. ഇവിടെ മുതൽ ഇവിടെ വരെയുള്ള ദൂരമാണ് ഇവര് പറയുന്ന 64 സെന്റിമീറ്റർ എന്ന് പറയുന്നത്. നമുക്ക് വേറൊരു ദൂരം കിട്ടിയായിരുന്നു, ഈ ദൂരം കിട്ടിയായിരുന്നു. ഒബ്ജക്റ്റിൽ നിന്ന് ഒപ്റ്റിക് സെന്റർ വരെയുള്ള ദൂരം, അത് 32 സെന്റിമീറ്റർ ആണ് കിട്ടുന്നത്. അപ്പൊ ഇത് 32 സെന്റിമീറ്റർ തന്നെ ആയിരിക്കില്ല, ഇത് 32 സെന്റിമീറ്റർ തന്നെ ആയിരിക്കില്ല, ഇത് 32 സെന്റിമീറ്റർ തന്നെ ആയിരിക്കില്ല. കാരണം ഈ 32 ആഡ് ചെയ്യുമ്പോൾ 64 വരിക. ഓക്കെ, അപ്പോൾ ഞാൻ ഒറ്റ കഞ്ചോട്ടെ, ഇത് സിമ്പിളായിട്ട് കിട്ടും. കാരണം ഇങ്ങോട്ട് 32 കാരണം ഒറ്റ കണ്ടീഷൻ മാത്രമേ ഉള്ളൂ. അതേത് കണ്ടീഷനാണ്? ഒരു കോൺവെക്സ് ലെൻസ് അല്ലെങ്കിൽ ഒരു കോൺകേവ് ഉള്ള കേസിൽ ആ ഒരു കണ്ടീഷൻ ഒറ്റ കേസ് മാത്രമേ ഉള്ളൂ. ആ ഒരു കേസാണ് ഞാൻ പറയാൻ പോകുന്നത്. ഒപ്റ്റിക് സെന്റർ ആണ്. ഇതൊരു F1 ആണ്, ഇതൊരു C1 ആണ്, ഇതൊരു F2 ആണ്, ഇതൊരു C2 ആണ്. ഞാൻ കഞ്ചോട്ടെ, നമ്മൾ F1 കൊണ്ട് ഒരു ഒബ്ജക്റ്റ് വെച്ചാൽ നമുക്കറിയാം, നമുക്കൊരു ഇൻഫിനിറ്റിയിലാണ് ഇമേജ് കിട്ടുക. അപ്പോൾ F1 കൊണ്ട് നമുക്ക് ഒബ്ജക്റ്റ് വെക്കാൻ പറ്റൂല. ഈ സെന്റർ ഓഫ് കർവേച്ചർ കൊണ്ട് ഒരു ഒബ്ജക്റ്റ് ഒരു സെന്റർ ഓഫ് കർവേച്ചർ കൊണ്ട് ഞാൻ ഒരു ഒബ്ജക്റ്റ് പ്ലേസ് ചെയ്താൽ, ഇത് സെന്റർ ഓഫ് കർവേച്ചറിൽ ഞാനൊരു ഒബ്ജക്റ്റ് കൊണ്ട് പ്ലേസ് ചെയ്തു. സെന്റർ ഓഫ് കർവേച്ചറിൽ ഞാൻ ഒബ്ജക്റ്റ് കൊണ്ട് പ്ലേസ് ചെയ്താൽ അത് എവിടെ വരും? സെന്റർ ഓഫ് കർവേച്ചർ കൊണ്ട് വെച്ചാൽ അതേ സൈസുള്ള റിയൽ ഇൻവേർട്ടഡ് ഇമേജ് സെന്റർ ഓഫ് കർവേച്ചർ കിട്ടും. ഈ ഒരു സെന്റർ ഓഫ് കർവേച്ചർ ഇവിടെ നിന്നുള്ള ദൂരം x ആണെങ്കിൽ ഇവിടുന്ന് സെന്റർ ഓഫ് കർവേച്ചറിന്റെ ദൂരം x ആയിരിക്കില്ലേ? മനസ്സിലായില്ലേ? സെന്റർ ഓഫ് കർവേച്ചറിന്റെ നമ്മൾ ഒബ്ജക്റ്റ് വെച്ചാൽ അപ്പുറത്തെ സെന്റർ ഓഫ് കർവേച്ചർ നമുക്കൊരു അതേ സൈസുള്ള ഇമേജ് കിട്ടും. അപ്പോൾ ഇവിടുന്ന് ഈ സെന്റർ ഓഫ് കർവേച്ചർ ദൂരം x ആണെങ്കിൽ ഈ ലെൻസിൽ നിന്ന് അപ്പുറത്തെ സെന്റർ ഓഫ് കർവേച്ചറുള്ള ദൂരം x ആയിരിക്കത്തില്ലേ? അപ്പോൾ അതായത് ഇതിപ്പോ 32 സെന്റിമീറ്റർ ആണെങ്കിൽ ഇതിപ്പോ 32 സെന്റിമീറ്റർ ആയിരിക്കില്ലേ? രണ്ടും സെയിമായിരിക്കില്ലേ? അത് തന്നെയാണ് ഇവിടെ വന്നത്. അപ്പോ നമുക്കറിയാം ഒബ്ജക്റ്റ് വെക്കേണ്ടത് സെന്റർ ഓഫ് കർവേച്ചറിലാണ്.
എന്നാൽ മാത്രമാണ് നമുക്ക് ഈ കണ്ടീഷൻ ഒബ്റ്റൈൻ ചെയ്യാൻ പറ്റുക. ഓക്കെ, അപ്പൊ ചോദിച്ചു വാട്ട് ഈസ് എ ഫോക്കൽ ലെങ്ത് ഓഫ് ദ ലെൻസ്. ലെൻസിന്റെ ഫോക്കൽ ലെങ്ത് ആണ് ചോദിച്ചേക്കുന്നത് അല്ലെ. ഇനിയിപ്പോ സ്റ്റെപ്പ് വേണമെങ്കിൽ സ്റ്റെപ്പ് ആയിട്ട് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് വേറൊരു കാര്യം ചെയ്യാം. ഇവിടെ നമുക്ക് സി കിട്ടിയിട്ടുണ്ട് 32 സെന്റിമീറ്റർ ആണ്. സി നമുക്ക് 32 സെന്റിമീറ്റർ അത് കിട്ടിയിട്ടുണ്ട്. പിന്നെ നമുക്ക് എന്ത് ചെയ്യാം, സി നമുക്ക് 32 സെന്റിമീറ്റർ കിട്ടി. 2f is equal to c എന്ന് കൊടുക്കാം. 2f is equal to 32 എന്ന് കൊടുക്കാം. f is equal to 16 ഇത് പോസിറ്റീവ് 16 ആയിരിക്കും. ബിക്കോസ് ഇതൊരു കോൺവെക്സ് ലെൻസ് ആയതുകൊണ്ട് പോസിറ്റീവ് 16 സെന്റിമീറ്റർ. ഓക്കെ, അല്ലെങ്കിൽ നമുക്ക് ഇവിടുന്ന് യു കിട്ടി, വി എത്ര, വി 32 സെന്റിമീറ്റർ, പോസിറ്റീവ് 32 കിട്ടി. സാധാരണ ചെയ്താൽ 1/v മൈനസ് 1/u is equal to 1/f ആണ്. ഇത് 1/32 ആണ്. ഇത് മൈനസ് 1/32 ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 1/f ആണ് വരിക. ദാറ്റ് മീൻസ് 1/32 പ്ലസ് 1/32 ദാറ്റ് ഈസ് ഈക്വൽ ടു 1/f എന്നാണ് വരിക. ദാറ്റ് മീൻസ് 2/32 is equal to 1/f എന്നാണ്. f is equal to 16 സെന്റിമീറ്റർ. മനസ്സിലായോ? മനസ്സിലായോ? എങ്ങനെ വേണം ചെയ്യാം, മാർക്ക് അനുസരിച്ച് ചെയ്യാം. കൂടിയ മാർക്കാണെങ്കിൽ ഞാൻ ഇപ്പം ചെയ്ത മെത്തേഡ് ചെയ്യാം, കുറഞ്ഞ വലിയ മാർക്കാണെങ്കിൽ ഈ ഒരു മെത്തേഡ് പുട്ട് ഫോർവേഡ് ചെയ്യാം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? ആൻഡ് സൈസ് ഓഫ് ദ ഇമേജ് ഫോം ഓഫ് ദ സ്ക്രീൻ. സൈസ് എന്താ? സെന്റർ ഓഫ് കർവേച്ചർ വെച്ച് അത് തന്നെ കിട്ടും. നമുക്ക് ഒരു സാധനം തന്നിട്ടുണ്ട്, ഒബ്ജക്റ്റിന്റെ ഹൈറ്റ് 2 സെന്റിമീറ്റർ എന്ന് പറയുന്നത്. ഒബ്ജക്റ്റിന്റെ ഹൈറ്റ് 2 സെന്റിമീറ്റർ. എച്ച് ഓ ഇതിപ്പോ ബി ആണ്, ഇതിപ്പോ എ ആണ്. 2 സെന്റിമീറ്റർ ആണ്. എച്ച് ഐ എന്തായിരിക്കും? 2 സെന്റിമീറ്റർ. ബിക്കോസ് മാഗ്നിഫിക്കേഷൻ ചെയ്യുന്ന v/u is equal to മാഗ്നിഫിക്കേഷൻ. v എത്ര? 32 മൈനസ് 32 കാരണം v/u v എന്ന് വെച്ചാൽ 32 ആണ്, u എന്ന് വെച്ചാൽ -32. ദാറ്റ് മീൻസ് മൈനസ് മാഗ്നിഫിക്കേഷൻ -1 ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു hi/h. ഇവിടെ നമുക്കറിയാം h അറിയത്തില്ല, h നമുക്കറിയാം 2 ആണ്. ദാറ്റ് മീൻസ് -1. hi is equal to -2, അതായത് 2 സെന്റിമീറ്റർ. അടുത്തെന്താ? ഡ്രോ എ റേ ഡയഗ്രാം ടു ഷോ ദ ഇമേജ് ഫോർമേഷൻ. റേ ഡയഗ്രാം ഇവിടെ വെച്ചു. ലെൻസ് ഇത് നിങ്ങൾ വൃത്തിക്ക് വരിക. ഞാൻ തട്ടിക്കൂട്ടും പണം വരയ്ക്കാണ് ചെയ്യുക. തട്ടിക്കൂട്ടാണത്. വെറും തട്ടിക്കൂട്ട് പടങ്ങളാണ്. ഇതൊക്കെ വെറും തട്ടിക്കൂട്ട് പടങ്ങളാണ്. നിങ്ങൾ അത് വൃത്തിക്ക് വരയ്ക്കുക. ഓക്കെ, ഇങ്ങനെ വെച്ചു. ഇതുവരായി നമുക്ക് ഇവിടെ പോവാം. ഇങ്ങനെ വന്ന് മീറ്റ് ചെയ്യാം. പിന്നെ ഒപ്റ്റിക് സെന്ററിൽ പോയി ഇങ്ങനെ വിളിക്കും. ഓക്കെ അല്ലേ? കാരണം പാരലായിട്ട് പോകുന്ന റേസ് ഫോക്കസ് ഇവിടെ പോയി, ഒപ്റ്റിക് സെന്ററിൽ പോകുന്നത് അങ്ങനെ തന്നെ പോയി. വെറുതെ ഇവിടെ വന്ന് മീറ്റ് ചെയ്ത് വൃത്തിക്ക് വരയ്ക്കുക. ഒരു നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. അടുത്ത the path of the ray of light coming from air. എയറിൽ നിന്ന് വരുന്നു, പാസിംഗ് ത്രൂ എ റെക്ടാങ്കുലർ ഗ്ലാസ്. ഇവിടെ ഇത് എയർ ആണ്, ഇത് ഗ്ലാസ് ആണ്. അവിടെ കറക്റ്റ് എയർ ആണ് ചോദിച്ചിരിക്കുന്നത്. ഈ ഒന്നാമത്തെ പടം നോക്കി, ഇവിടെ ഒരു മീഡിയത്തിൽ നിന്ന് വേറെ മീഡിയത്തിലേക്ക് കയറുമ്പോൾ അവിടെ റിഫ്രാക്ഷൻ നടക്കണം. ഇവിടെ ഒന്നും നടന്നിട്ടില്ല, അപ്പോൾ ഇത് തെറ്റാണ്. ഇത് നോക്കിയേ, ഇത് നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇവിടെ റിഫ്രാക്ഷൻ നടന്നിട്ടില്ല, ഇത് തെറ്റാണ്. നമുക്ക് ഇത് രണ്ടും നോക്കണം. ഇവിടെ ഏതാ നോർമല്? ഇത് നോർമൽ വരച്ചാല്, ഇത് ഇവിടുത്തെ നോർമൽ വരച്ചാല് ഇത് പ്രയറർ മീഡിയം, ഇതിപ്പോ ഡെൻസർ മീഡിയം, ഇത് പ്രയറർ മീഡിയം. പ്രയറിൽ നിന്ന് ഡെൻസറിലേക്ക് പോകുമ്പോൾ എങ്ങോട്ടായിരിക്കും? പ്രയറിൽ നിന്ന് ഡെൻസറിലേക്ക് പോകുമ്പോൾ റയറിൽ നിന്ന് ഡെൻസറിലേക്ക് പോകുമ്പോൾ ടുവേർഡ്സ് ദ നോർമൽ. നോക്കടാ, ഇത് ടുവേർഡ്സ് ദ നോർമൽ ആണ്. ഇതോ ഡെൻസറിൽ നിന്ന് റയറിലേക്ക് പോകുമ്പോൾ എവേ ഫ്രം ദ നോർമൽ ആണ്. അപ്പോൾ ഇത് കറക്റ്റ് ആണല്ലോ, ഇത് കറക്റ്റ് ആണ്. ഇത് നോക്കടാ, ഇവിടെ ഞാൻ നോർമൽ വരച്ചു. ഇതാണ് നമ്മുടെ നോർമൽ, ഇവിടുത്തെ നോർമലാണ്. ഇത് ഇവിടുത്തെ നോർമലാണ്. ഇത് റയർ ഡെൻസർ റയറാണ്. അപ്പൊ റയറിൽ നിന്ന് ഡെൻസറിലേക്ക് പോകുമ്പോൾ ടുവേർഡ്സ് ദ നോർമൽ കറക്റ്റ് ആണ്. റയർ ഡെൻസറിൽ നിന്ന് റയറും എവേ ഫ്രം ദ നോർമൽ ആണ്. ഇത് ടുവേർഡ്സ് ദ നോർമൽ വെച്ചത്. അപ്പോൾ നമുക്ക് പോയി ടുവേർഡ്സ് ദ നോർമലും എവേ ഫ്രം ദ നോർമൽ നോക്കി വെച്ചാൽ മതി. ഓക്കെ, മനസ്സിലായി വിചാരിക്കുന്നത്. കാരണം ഒന്നുകൂടെ പറയാം. ഇതിപ്പോ നോർമൽ ആണെങ്കിൽ ഡെൻസറിൽ നിന്ന് റയറിലേക്ക് പോകുമ്പോൾ എവേ ഫ്രം ദ നോർമൽ ആണ് വരേണ്ടത്. അതായത് ഇങ്ങനെയാണ് വരേണ്ടത്. ഇത് നോക്കിയേ, ഇത് ഇങ്ങനെ പോകേണ്ട ലൈറ്റ് നോക്കണം. ഇതിപ്പോൾ ശരിക്കും ഇതിങ്ങനെ പോകേണ്ട ലൈറ്റ് വരും. ആർക്കും എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? ഇതിങ്ങനെ പോകേണ്ട ലൈറ്റ് വരും. ഇതാണ് നമ്മുടെ നോർമൽ. ഇങ്ങനെ പോകേണ്ട ലൈറ്റ് റേസ് ഡെൻസറിൽ നിന്ന് റെയറിലേക്ക് പോകുമ്പോൾ എങ്ങോട്ടാ പോകേണ്ടത്? ഇങ്ങനെയാണ് പോകേണ്ടത്.
മനസ്സിലായോ? എങ്ങനെ ശരിക്കും പോണ്ടത്? ശരിക്കും പോണ്ടത് ഇങ്ങനെയാണ്. പകരം ഇവര് കാണിച്ചേക്കുന്നത് ഇങ്ങനെയാണ്. ടുവേഴ്സ് നോർമൽ അല്ല. ഡെൻസറിൽ നിന്ന് റെയറിലേക്ക് പോകുമ്പോൾ എവേ ഫ്രം ദ നോർമൽ ആണ്. ഇങ്ങനെയാണ് പോകേണ്ടത്. ശരിക്കും അത് പോകേണ്ട പാത്ത് ഇങ്ങനെയാണ്. അതിന് ഡീവിയേറ്റ് ചെയ്യണം. ബിക്കോസ് മീഡിയം മാറിയത് കൊണ്ട് നേരെ പോകാൻ പറ്റൂല. അതല്ല റിഫ്രാക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ശരിക്കും ഇത് ഇങ്ങോട്ട് പോകേണ്ട വരം അത് ഇങ്ങോട്ട് പോയി. മനസ്സിലായോ? ശരിക്കും ഇത് ഇങ്ങനെ പോകേണ്ടതായിരുന്നു, അത് ശരിക്കും ഇങ്ങനെ പോയി. ഇതാണ് അതിന്റെ ഒറിജിനൽ പാത്ത്. ഓക്കെ, മനസ്സിലായി വിചാരിക്കും. ഓക്കെ, അടുത്ത 9ാമത്തെ ചോദ്യം നോക്കാം. ദ സ്പിരിക്കൽ മിറർ പ്രൊഡ്യൂസ് ആൻ ഇമേജ് മാഗ്നിഫിക്കേഷൻ -1. മാഗ്നിഫിക്കേഷൻ -1 ഒരു സ്പിരിക്കൽ മിററാണ്. -1 പ്രൊഡ്യൂസ് ചെയ്തു എന്ന് വെച്ചാൽ അർത്ഥം എന്താണ്? അതൊരു റിയൽ ആയിട്ടുള്ള റിയൽ ഇമേജ് ആണ്. റിയൽ ഇമേജ് ഫോം ചെയ്യണമെങ്കിൽ ഏത് മിറർ ആയിരിക്കും? അതൊരു കോൺകേവ് മിററിനെ കൊണ്ട് മാത്രമേ റിയൽ ഇമേജ് ഫോം ചെയ്യാൻ പറ്റുന്നത്. ഒരു കോൺകേവ് മിററാണ്. ഫൈൻഡ് ദ ഡിസ്റ്റൻസ് ഓഫ് ദ ഇമേജ് ഫ്രം ദ ഒബ്ജക്റ്റ്. ഒബ്ജക്റ്റിൽ നിന്ന് ഇമേജിലേക്ക് ലെൻസിലല്ല, കാരണം ഇതിന് വെച്ചത് ഇമേജ് ഡിസ്റ്റൻസ് അല്ല, ഒബ്ജക്റ്റിൽ നിന്ന് ഇമേജിലേക്കുള്ള ഡിസ്റ്റൻസ്. നമുക്ക് ആകെ ഒരു പടം വരയ്ക്കാം. ഇത് സിമ്പിൾ അല്ല, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഒരു മിറർ ആയതുകൊണ്ട്, കോൺകേവ് മിറർ ആയതുകൊണ്ട് എല്ലാവർക്കും മനസ്സിലായി. മാഗ്നിഫിക്കേഷൻ -1 എന്ന് വെച്ചാൽ അത് എവിടെ വെക്കണം? മാഗ്നിഫിക്കേഷൻ -1 എന്ന് പറഞ്ഞാൽ അത് എവിടെ വെക്കണം? ഇത് സെന്റർ ഓഫ് കർവേച്ചർ ആണ്, ഇത് ഫോക്കസ് ആണ്, ഇത് കോണാണ്. ഓക്കെ, നമുക്ക് എല്ലാവർക്കും അറിയാം അത് സെന്റർ ഓഫ് കർവേച്ചർ കൊണ്ട് വെച്ചാൽ തിരിച്ചവിടെ തന്നെ വരും. ഇതാണ് മാഗ്നിഫിക്കേഷൻ -1 എന്ന് പറഞ്ഞാൽ. അതായത് അപ്പോൾ ബി എന്തായിരിക്കും? വാട്ട് ഈസ് ദ ഡിസ്റ്റൻസ് ഓഫ് ദ ഇമേജ് ഫ്രം ദ ഒബ്ജക്റ്റ്? ഇതാണ് ഒബ്ജക്റ്റ്, ഇതാണ് ഇമേജ്. ഡിസ്റ്റൻസ് 0 സെന്റിമീറ്റർ ആയിരിക്കും. കാരണം ഒബ്ജക്റ്റിന്റെ അവിടെ തന്നെയാണ് ഇമേജ് ഫോം ചെയ്യുക. അപ്പോൾ ഒബ്ജക്റ്റിന് എത്ര ദൂരമാണ് ഇമേജ്? 0 സെന്റിമീറ്റർ ആയിരിക്കും. വാട്ട് ഈസ് ദ ഫോക്കൽ ലെങ്ത് ഓഫ് ദ മിറർ? അതാണ് ഇതിൽ പറയുന്നത്. ഇതുണ്ട്, ഇത് ഒരു കീ പോയിന്റ് എടുക്കും. പ്ലേസ്ഡ് അറ്റ് 50 സെന്റിമീറ്റർ ഫ്രം ദ മിറർ. Spherical mirror produce an image of magnification -1 on a screen placed at a distance. അത് സ്ക്രീൻ എന്ന് വെച്ചാൽ അത് ഇമേജ് ആയിരിക്കും. ഇമേജ് എവിടെ കൊണ്ടുവച്ചത്? ഇമേജ് 50 സെന്റിമീറ്റർ ആണ്. അതായത് ഇമേജ് ഏതാ? ഇവിടെ ഇമേജ് ഡിസ്റ്റൻസ് ഒബ്ജക്ട് ഡിസ്റ്റൻസ് സെയിം ആണ്. ഈ 50 സെന്റിമീറ്റർ ഇമേജ് ഡിസ്റ്റൻസ് ആണ് ഇവർ പറയുന്നത്. കാരണം സ്ക്രീൻ എവിടെ വെച്ചു? സ്ക്രീൻ എന്ന് വെച്ചാൽ ഇമേജ്. അപ്പൊ സ്ക്രീൻ എവിടെ വെച്ചു? 50 സെന്റിമീറ്റർ ഫ്രം ദ മിറർ. അതായത് ഇമേജ് ഡിസ്റ്റൻസ് ആണ് ഇവർ പറയുന്നത് 50 സെന്റിമീറ്റർ. അതായത് ഇതാണ് ഇവർ പറയുന്ന 50 സെന്റിമീറ്റർ എന്ന് പറയുന്നത്. ഇവിടെ യുവും വിയും സെയിം ആണ്. എത്രയാണ്? അത് 50 സെന്റിമീറ്റർ തന്നെയാണ്. ആ 50 സെന്റിമീറ്റർ എന്താണെന്ന് അറിയാവോ? 50 സെന്റിമീറ്റർ എന്താ? അത് 2f. അത് 2 × f. സെന്റർ ഓഫ് കർവേച്ചർ ആണ് 2f. അപ്പൊ ഫോക്കൽ എന്താ? ഫോക്കൽ 25 സെന്റിമീറ്റർ. ഇതൊരു നെഗറ്റീവ് ഇട്ട് കൊടുക്കാൻ മറക്കല്ലേ. ഇതൊരു കോൺകേവ് മിറർ ആയതുകൊണ്ട് -25 സെന്റിമീറ്റർ റൈറ്റ് ആൻസർ. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അല്ലെങ്കിൽ പിന്നെ വേറെ വഴിയുണ്ട്. അതിൽ പിന്നെ 1/v - 1/2 + 1/u 1/f എന്നാണ് വരിക. യു എത്ര? യു 2 -50 ആണല്ലേ? 2 -50 ആണ്. -50 -50 that is equal to 1/f ആണ് വരിക. -2 / 1/f എന്നാണ് വരിക. F is equal to -25 സെന്റിമീറ്റർ. എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. ഇത് കുറച്ചുകൂടെ ലോജിക്കൽ പരിപാടിയാണ്. ഇത് സ്റ്റാൻഡേർഡ് പരിപാടിയാണ്. അടുത്ത ലാസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് മൂവ് ചെയ്യാം. മൂവ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും 6 സെന്റിമീറ്റർ ടോൾ ഒബ്ജക്റ്റ്. ഇതെന്താണ്? ഇത് HO ആണ്. ഇവിടെ 6 സെന്റിമീറ്റർ എന്ന് പറയുന്നത് എഴുതി വെക്കാം. പ്ലേസ് പെർപെൻഡിക്കുലർ ടു പ്രിൻസിപ്പൽ. പ്രിൻസിപ്പൽ ആക്സിസിനോട് പെർപെൻഡിക്കുലർ ആയിട്ട് വെച്ചു. കോൺവെക്സ് ലെൻസ് ആണ്. കോൺവെക്സ് ലെൻസ് കോൺകേവ് മിററും സെയിം ആണ്. ഫോക്കൽ ലെങ്ത് 50 സെന്റിമീറ്റർ ആണ്. ഫോക്കൽ ലെങ്ത് പോസിറ്റീവ് 15 ആണ് സെന്റിമീറ്റർ ആണ് പറയുന്നത്. ദ ഡിസ്റ്റൻസ് ഓഫ് ദ ഒബ്ജക്ട് ഫ്രം ദ ലെൻസ് ഇസ് 10. അതായത് ഒബ്ജക്ട് ഡിസ്റ്റൻസ് ആണ് -10 സെന്റിമീറ്റർ ആണ്. ഫൈൻഡ് ദ പൊസിഷൻ നേച്ചർ ഓഫ് ദ ഇമേജ്. സാധാരണ ഫോമിൽ ഉപയോഗിക്കുക എ എന്ന് വെച്ചാൽ ഫൈൻഡ് ദ പൊസിഷൻ ഓഫ് ദ ഇമേജ്. 1/v - 1/u is equal to 1/f. അതായത് 1/v -10 that is equal to 1/f. That is 1/v plus 1/10 is equal to 1/f. That is equal to f. നമുക്കറിയാമല്ലോ, f നമുക്ക് പറയുന്നത് തന്നിട്ടില്ല. 1/v plus 1/2 is equal to 1/15. That is equal to 1/v is equal to 1/50 minus 1/10 എന്ന് പറയുന്നത്. 10 minus 50 divided by 50 number, that is equal to -5 divided by 50 number. That is 1/v is equal to -1 divided by 30. It is equal to -30 സെന്റിമീറ്റർ. ഇനി നമുക്ക് -30 സെന്റിമീറ്റർ കിട്ടി. -30 സെന്റിമീറ്റർ കിട്ടി. നിങ്ങൾ ഇമേജ് ഏതായാലും മറക്കാൻ പാടില്ല. സൈൻ കൊടുക്കാനും മറക്കാൻ പാടില്ല. അപ്പൊ ഇതാണ് അടുത്ത എന്താ?
സൈസ് സൈസ് ആണ് വേണ്ടത്. സൈസ് ബി എന്താ ഈ സൈസ് ആണ് വേണ്ടത്. സൈസ് എന്താ മാഗ്നിഫിക്കേഷൻ കണ്ടിച്ച് മാഗ്നിഫിക്കേഷൻ ഈസ് ഈക്വൽ ടു ബി ബൈ യു ആണ് വരിക. ബി എത്ര ബി എത്ര ഈക്വൽ ടു ബി എത്ര -30 കിട്ടും. -30 അല്ലേ -30 കിട്ടും. നമുക്കിത് കുറച്ച് ലോജിക്കലായിട്ട് നോക്കാം. ബി -30 ഇവിടെ -30 ആണ്. ഇവിടെ -10 ആണ് വരിക. ദാറ്റ് ഈസ് ഈക്വൽ ടു 3 ആണ് വരിക. പോസിറ്റീവ് 3 ആണ് വരിക. പോസിറ്റീവ് 3 ആണ് വരിക. സൈസ് ഓഫ് ദി ഇമേജ് എന്ന് വെച്ചാൽ എച്ച് ഐ ഡിവൈഡ് എച്ച് ഒ ആണ് ഇതിൽ വരുന്നത് 3 എന്ന് വരിക. എച്ച് ഓഫ് ഇമേജ് ഈസ് ഈക്വൽ ടു 3 ഇൻറ്റു ദിസ് എച്ച് ഒ ആണ് വരിക. ദാറ്റ് മീൻസ് 3 ഇൻറ്റു 6 ദാറ്റ് ഈസ് ഈക്വൽ ടു 18 സെന്റിമീറ്റർ ആണ് എച്ച് ഇമേജിന്റെ ഹൈറ്റ് വരിക. ഇത് നേച്ചർ ഓഫ് ദ ഇമേജ് ഫോർമുല. അപ്പം സി എന്ന നേച്ചർ ഓഫ് ദ ഇമേജ് ഫോർമുല ഇവിടെ നെഗറ്റീവ് ഇസ് ഈക്വൽ ടു -30 ആണ് വരിക. ഇത് അത് റിയൽ ആണെങ്കിൽ അത് ഇൻവേർട്ടർ ആണ്. റിയൽ ഇൻവേർട്ടർ ആയിരിക്കും അല്ലേ. അത് ഇനി നമുക്കൊന്ന് ലോജിക്കായിട്ട് നോക്കിയാലോ. ഇനി നമ്മളൊരു ലെൻസ് എടുത്തു. ഇതാണ് കോൺവെക്സ് ലെൻസ്. ഓക്കെ, കോൺവെക്സ് ലെൻസ് എടുത്തു. നമ്മുടെ ഉത്തരം കറക്റ്റ് ആവുമ്പോൾ ഈ ഒരു ചാപ്റ്ററിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മൾ ചെയ്ത ഉത്തരം കറക്റ്റ് ആണോന്ന് നമുക്ക് തന്നെ ചെക്ക് ചെയ്യാൻ പറ്റും. അതാണ് കാണിക്കുന്നത്. ആ ഒരു പ്രൊസീജറാണ് കാണിക്കുന്നത്. ഇത് F1 ആണ്, ഇതിപ്പോ C1 ആണ്, ഇതിപ്പോ F2 ആണ്, ഇതിപ്പോ C2 ആണ്. നമ്മൾ ചെക്ക് ചെയ്യാൻ പോവാം. ഇത് നമ്മുടെ ഉത്തരം കറക്റ്റ് ആണോ അല്ലയോ എന്ന് അറിയാൻ വേണ്ടി നമ്മൾ ചെക്ക് ചെയ്യാൻ പോകണം. നമുക്ക് കിട്ടിയ ഒബ്ജക്ട് നമുക്ക് നോക്കണം. ഫോക്കസ് ഇവിടെ 15 സെന്റിമീറ്റർ, അതായത് ഇത്ര 15 സെന്റിമീറ്റർ ആണ്. ഇത്ര 50 സെന്റിമീറ്റർ ആണ്. നമുക്ക് കിട്ടിയ യു എത്ര -10. അതായത് യു ഇവിടെ കൊണ്ടുവച്ചു. യു ഇവിടെ തന്നെ കൊണ്ടുവച്ചാൽ ഇമേജ് എവിടെ ഉണ്ടാവും? ഇമേജ് ഇവിടെ ഉണ്ടാവും. അപ്പോൾ അതെന്താ? അത് മനസ്സിലാക്കേണ്ടത് ഇത് റിയൽ ആകൂത്തില്ല. എപ്പ റിയൽ ആവുക? ഇത് ലെൻസ് അല്ലേ. ഇത് ലെൻസ് ആയതുകൊണ്ട് നെഗറ്റീവ് വന്നാൽ ലെൻസിന്റെ കേസ് വിർച്വൽ ആട്ടോ. നോക്കിയത് വിർച്വൽ ആണ്. വിർച്വൽ ഇറക്ട് മാഗ്നിഫൈഡ്. കാരണം ഇതെവിടെ ഇമേജ് ഒബ്ജക്റ്റ് എവിടെ കൊണ്ടുവച്ചത്? ഫോക്കസിന്റെയും ഒപ്റ്റിക് സെന്ററിന്റെ ഇടയിലാണ്. അപ്പോൾ നമുക്ക് അതൊരു വിർച്വൽ ആയിട്ടുള്ള മാഗ്നിഫൈഡ് ആയിട്ടുള്ള ഒബ്ജക്റ്റ് ആണ്, ഇമേജ് ആണ് കിട്ടുക. നന്നായി. കാരണം ഈ നെഗറ്റീവ് മിററിന്റെ കേസിൽ മാത്രമേ നെഗറ്റീവ് എന്തോ റിയൽ ആവത്തുള്ളൂ. ഇവിടെ ലെൻസിന്റെ കേസിൽ ഇവിടെ നെഗറ്റീവ് വന്നാൽ ദാറ്റ് മീൻസ് അത് വിർച്വൽ ഇറക്ട് ആയിരിക്കും. കാരണം മിററിന്റെ കേസിൽ റിയൽ ആവണമെങ്കിൽ അറിയാലോ. ഒരു മിററിന്റെ കേസിൽ എപ്പോഴും വിർച്വൽ ആവുക? ഇവിടെ ഒബ്ജക്റ്റ് ആണെങ്കിൽ ഇമേജ് ഇവിടെ ആവുമ്പോൾ വിർച്വൽ ആവുക. അതായത് ഇപ്പുറത്ത് ഫോം ചെയ്യണം. അപ്പോൾ അത് പോസിറ്റീവ് ആവും വിർച്വൽ ആവണമെങ്കിൽ. ഇവിടെ സാധാരണ കേസിൽ ഇവിടെ വെച്ചാൽ ഇമേജ് ഇപ്പുറത്താണ് ഫോം ആവുക. അപ്പൊ ഇവിടെ ലെൻസിന്റെ കേസിൽ അത് റിയൽ ആവണമെങ്കിൽ പോസിറ്റീവ് ആവണം, വിർച്വൽ ആവണമെങ്കിൽ നെഗറ്റീവ് ആവണം. കോൺസെപ്റ്റ് മനസ്സിലായോ? സാധാരണ ലെൻസിൽ എവിടെ സാധാരണ കേസിൽ സെന്റർ ഓഫ് കർവ് വെച്ചാൽ ലെൻസിൽ ഇമേജ് ഫോം ചെയ്യുമ്പോൾ അപ്പുറത്താവും. കാരണം പോസിറ്റീവ് ആയിട്ടുള്ള ഇമേജ് ആണ് സാധാരണ കേസിൽ ഫോം ചെയ്യുക. ഈ കേസിൽ ഇവിടെ ആയതുകൊണ്ട് ഇവിടെ എന്താ നെഗറ്റീവ് ആണ് വരിക. പക്ഷേ ലെൻസിന്റെ കേസ് നെഗറ്റീവ് എന്ന് വെച്ചാൽ വിർച്വൽ ഇറട്ടുന്നതായിരിക്കും. പക്ഷെ മിററിന്റെ കേസ് നെഗറ്റീവ് എന്ന് വെച്ചാൽ നെഗറ്റീവ് എന്ന് വെച്ചാൽ ഇവിടെ ഫോം ചെയ്യുന്നു. ദാറ്റ് മീൻസ് അത് റിയൽ ആയിരിക്കും. നമ്മൾ നോക്കിയാൽ അല്ലേ. മനസ്സിലായതായിരിക്കും. എല്ലാത്തിനും ഉത്തരം കിട്ടി. വിർച്വൽ ഇറക്ട് മാഗ്നിഫൈഡ് എല്ലാത്തിനും കിട്ടിയില്ലേ. താങ്ക് യു.